കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഭഗവാൻ ഭദ്രയെ അനുഗ്രഹിക്കുന്ന ഭാഗമാണ്. നീ ലോകമാതാവായി ധർമ്മം നിലനിർത്തണം. നീ എന്നും എല്ലാവർക്കും രക്ഷ നൽകുന്ന ഭദ്രയായി വാഴുക. നിനക്ക് ഭദ്രകാളി എന്നുള്ള നാമവും ഞാൻ നൽകുന്നു. ഇപ്രകാരം പറഞ്ഞ് അനുഗ്രഹിച്ച് ഇന്ദുചൂഡൻ മകളെ യാത്രയാക്കി. ആയുധമായി ഒരു വാളും ഭഗവാൻ പുത്രിക്ക് സമ്മാനിച്ചു. പിതാവിനെ നമസ്കരിച്ച് ദേവി യാത്ര തിരിച്ചപ്പോൾ കോടാനുകോടി ശിവഭൂതങ്ങളും ഭദ്രയെ അനുഗമിച്ചു. വേതാളത്തെ തൻ്റെ വാഹനമായി ഭദ്രകാളി സ്വീകരിച്ചു. അതിൻ്റെ പുറത്ത് കയറി എണ്ണമറ്റ ശിവഭൂതങ്ങളുടെ അകമ്പടിയോടെ ഒരു ഘോഷയാത്രയായി ദേവി അന്തിമാളത്തിലെത്തി. ദാരുകനെ പോരിനു വിളിച്ചു. ഒരു സ്ത്രീ യുദ്ധത്തിന് തയ്യാറായി വന്നിരിക്കുന്നു എന്നറിഞ്ഞ് അസുരേന്ദ്രൻ അതിശയിച്ചു. അവനും ആഹവത്തിന് തയ്യാറായി. പിന്നീട് അവർ തമ്മിൽ നടന്ന യുദ്ധം അതിഭയങ്കരമായിരുന്നു. കാളിയും ദാരുകനും തമ്മിലുണ്ടായതുപോലെ ഒരു യുദ്ധം ലോകത്തിൽ വേറെ നടന്നിട്ടില്ല. ദാരുകന്റെ ശരീരത്തിൽ നിന്നും വീഴുന്ന ഓരോ തുള്ളി ചോരയിൽ നിന്നും ഓരോ ദാരുകൻ വീതം ജനിക്കുന്നത് കണ്ട് ഭദ്ര വേതാളത്തെ അർദ്ധഗർഭമായി ഒന്ന് നോക്കി. ചോരയിൽ നിന്നും ജനിച്ച ഉപദാരികന്മാരെ മുഴുവനും കാളി കൊടുവാളിനാൽ വെട്ടിക്കൊന്നു. പിന്നീട് ദാരുകനുമായി നടന്ന പോരാട്ടത്തിൽ അവൻ്റെ ശരീരക്ഷതങ്ങളിൽ നിന്നും ഒഴുകുന്ന നീണം വേതാളം അപ്പപ്പോൾ നാവു നീട്ടി നക്കി കുടിച്ചുകൊണ്ടിരുന്നു. തന്മൂലം പുതിയ പുതിയ ദാരുകന്മാർ ഉണ്ടാകാതെയായി. കാളി ദാരുക യുദ്ധം പിന്നെയും രൂക്ഷതരമായി തന്നെ നടന്നുകൊണ്ടിരുന്നു. അവൻ്റെ സൈന്യങ്ങളെ ശിവഭൂതങ്ങളും കൊന്നൊടുക്കിക്കൊണ്ടിരുന്നു. മന്ത്രി ധ്രൂമനും അവൻ്റെ പടയും നിശേഷം നശിച്ചു. അങ്ങനെ അതിഘോരമാംവിധം പോരാട്ടം നടക്കുന്നതിനിടയിൽ ദാരുകപത്നിയായ മനോധരി വൈധവ്യം സംഭവിക്കാതിരിക്കാൻ വേണ്ടി ദുർഗാ ഭഗവതിയെ ധ്യാനിച്ചുകൊണ്ട് കഠിനമായ ഗൗരീവ്രതം ആചരിച്ചു. 3-ാം ദിവസം പാർവതി പ്രത്യക്ഷപ്പെട്ട് മറ്റൊന്നും ആലോചിക്കാതെ ശത്രു നിഗ്രഹത്തിനു വേണ്ടി ഒരു പിടി മസൂരി വിത്ത് ദാനം ചെയ്തു. ഇതു നീ ആരുടെ നേർക്കെറിയുന്നുവോ അവൻ മസൂരി രോഗത്താൽ മരണപ്പെടുകയോ മൃതപ്രായനായി തീരുകയോ ചെയ്യും. ഈ ദൃശ്യം അരുളി ചെയ്ത് അംബികാദേവി അന്തർധാനം ചെയ്തു. മനോദരി ആ വിത്ത് ആരും കാണാതെ പടക്കളത്തിൽ അല്പം അകലത്തിൽ നിന്നുകൊണ്ട് ഭദ്രകാളിയുടെ നേർക്കെറിഞ്ഞു. തൽക്ഷണം കാളി പനിയാലും തളർച്ചയാലും ദേഹമാസകലം മുളച്ച കുരുക്കളുടെ വേദനയാലും പരവശയായി തീർന്നു. ഭദ്രയുടെ പരവശത കണ്ട് ശിവഭൂതങ്ങൾ പാഞ്ഞു. കൈലാസത്തിലെത്തി വിവരം മൃത്യുഞ്ജയനെ ധരിപ്പിച്ചു. അദ്ദേഹം ഉമാദേവിയെ വിളിച്ച് കഠിനമായി ഭർസിച്ചു. പാർവതി, നീ നിന്റെ മകളെ ദ്രോഹിക്കാനും തദ്വാര ലോകത്തെ പീഡിപ്പിക്കാനുമാണ് ആ മസൂരി വിത്ത് ദാനം ചെയ്തത്. കാളി ആരാണ്? എൻ്റെ പുത്രി, അപ്പോൾ നിന്റെയും പുത്രി. ദക്ഷയാഗത്തിൽ നീ സതിയായിരുന്ന കാലത്ത് ദക്ഷന്റെ ഗർഭമടക്കാൻ അവൾ എന്നിൽ നിന്നും ഉത്ഭവിച്ചു. ഇപ്പോൾ ദാരുക നിഗ്രഹത്തിനു വേണ്ടി അവൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. നിന്റെ തന്നെ മറ്റൊരു ഭാവരൂപമാണ് ഭദ്ര. അതും നീ മനസ്സിലാക്കൂ. കാര്യമറിയാതെ തനിക്ക് പറ്റിപ്പോയ അബദ്ധത്തെക്കുറിച്ചോർത്ത് പർവ്വതനന്ദിനി പരിതപിച്ചു. ഈ ആപത്തിൽ നിന്നും തൻ്റെ പുത്രിയെ മോചിപ്പിക്കാൻ തക്ക മന്ത്രശക്തിയും ദിവ്യത്വവുമുള്ള ഒരു മൂർത്തി ഉണ്ടാകണമേ എന്ന് ധ്യാനിച്ചുകൊണ്ട് ഉമാദേവി ഉരകഭൂഷണന്റെ കണ്ഠത്തിൽ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ദേവിയുടെ പ്രാർത്ഥന ഫലിച്ചു. തൽക്ഷണം ഒരു മൂർത്തി തിരുനീലകണ്ഠന്റെ കണ്ഠനാളത്തിൽ ജനിച്ച് അദ്ദേഹത്തിൻ്റെ കർണത്തിൽ കൂടി പുറത്തു വന്നു. അപ്പോൾ തന്നെ അത് വളർന്നു വലുതായി. ഒരു ദിവ്യപ്രഭ ആ മൂർത്തിയിൽ പ്രകാശിച്ചു. ഉണ്ണി, നീ ഉടൻ തന്നെ ദാരികന്റെ കോട്ടയായ അന്തിമാളത്തിൽ ചെന്ന് അവിടെ യുദ്ധം ചെയ്ത് തളർന്നു നിൽക്കുന്ന ഭദ്രകാളിയുടെ ശരീരത്തെ ബാധിച്ചിട്ടുള്ള മസൂരിക്കുരുക്കളെ നശിപ്പിക്കണം. അതിനുള്ള മന്ത്രശക്തിയും ദിവ്യശക്തിയും ഞാൻ നിനക്ക് ദാനം ചെയ്യുന്നു എന്ന് മുക്കണ്ണൻ അരുളി ചെയ്തു. ഭഗവാന്റെ കണ്ഠത്തിൽ ജനിച്ച് കർണത്തിൽ കൂടി പുറത്തു വന്നതുകൊണ്ട് അവന് കണ്ഠാകർണൻ എന്നുള്ള പേരും സിദ്ധിച്ചു. തൽക്ഷണം തന്നെ കണ്ഠാകർണൻ പടക്കളത്തിലെത്തി കാളിയുടെ ശരീരത്തിലുള്ള മസൂരിക്കുരുക്കളെയും രോഗത്തെയും തടവി ആശ്വസിപ്പിച്ചു.
സഹോദരി സ്ഥാനമുള്ളതുകൊണ്ട് മുഖത്ത് തടവുന്നത് ശരിയല്ലെന്ന് കരുതി മുഖത്തുള്ള കുരുക്കൾ അവിടെ നിൽക്കട്ടെ എന്നും അത് ഭദ്രകാളിക്കൊരു അലങ്കാരമായി തീരട്ടെ എന്നും അവൻ അനുഗ്രഹിച്ചു. ഇനിമേൽ ഭദ്രയെ സേവിക്കുന്നവർക്കും എന്നെ പൂജിക്കുന്നവർക്കും മസൂരി രോഗം മൂലമുള്ള ആപത്ത് ഉണ്ടാകാതിരിക്കട്ടെ എന്നും അവൻ അനുഗ്രഹിച്ചു. ലോകത്തിൽ മസൂരിയുടെ ദേവത താനാണെന്നും തന്നെ ഭജിച്ചാൽ മസൂരി രോഗം ബാധിക്കുന്നതല്ലെന്നും ദേവിയും അരുളി ചെയ്തു. ഭദ്രകാളി സുഖം പ്രാപിച്ചതിനു ശേഷം യുദ്ധം പൂർവവൽ രൂക്ഷമായി. ദാരുകൻ തോറ്റോടാൻ തുടങ്ങി. ആ സമയം ദേവി തന്റെ കാളിമ കലർന്ന വാർകുന്തളം അഴിച്ച് അതുകൊണ്ട് ആദിത്യബിംബത്തെ മറച്ച് ദിക്കെങ്ങും അന്ധകാരമയമാക്കി. കുറ്റാക്കൂരിരുട്ട് വ്യാപിച്ചതിനാൽ ദാരുകനും ദാനവനും എങ്ങോട്ടാണ് ഓടി രക്ഷപ്പെടേണ്ടതെന്നറിയാതെ പകച്ചു നിന്നു. ആ സമയം ഭദ്ര ദാരുകനെ പിടിച്ച് തന്റെ മടിയിൽ കിടത്തി കൊടുവാളിനാൽ അവന്റെ കഴുത്തറുത്തു ശിരസ് കയ്യിലെടുത്തു. അപ്പോൾ തന്നെ ദാനവനെയും നിധനം ചെയ്തു. അതിനുശേഷം ഭദ്രകാളി തന്റെ കാർമുകിൽ വേണി തൂത്തുകെട്ടിയപ്പോൾ മറഞ്ഞു നിന്ന സൂര്യനും തെളിഞ്ഞു. അതുകണ്ട് ശേഷിച്ച അസുരന്മാർ പടക്കളം വിട്ട് പലായനം ചെയ്തു. ശിവഭൂതങ്ങൾ ദാരുകന്റെ കോട്ടമതിലുകളും മണിഹർമ്മ്യങ്ങളും നിശേഷം തല്ലിത്തകർത്തു. ദാരുകവധം കണ്ട് ദേവഗന്ധർവ കിന്നരാദികൾ ആനന്ദ നൃത്തം തുള്ളി പുഷ്പവൃഷ്ടി ചെയ്തു. തൽക്ഷണം തന്നെ ഭദ്രകാളി ദാരുകന്റെ കുടൽമാലകളും അണിഞ്ഞ് രക്താഭിഷിക്തമായ ശിരസും കയ്യിലെടുത്ത് കൈലാസത്തിലെത്തി. പിതാവിന്റെ തിരുമുമ്പിൽ തിരുമുൽ കാഴ്ചയായി വച്ചു. ഭഗവാൻ മകളെ വാത്സല്യപൂർവ്വം തഴുകി അനുഗ്രഹിച്ചു. പാർവതീദേവിയും പുത്രിയെ അനുഗ്രഹിച്ചുകൊണ്ടരുളി, നീ എന്നും മംഗളദായിനി ആയിത്തീരട്ടെ. നിന്റെ രൂപം കളമെഴുതി പൂജിക്കുന്നവർക്കും നിന്റെ അവദാന മഹാത്മ്യങ്ങളെ വാഴ്ത്തി സ്തുതിക്കുന്നവർക്കും സകല മംഗളങ്ങളും സിദ്ധിക്കുമെന്നും നീ ലോകത്തെ അധർമ്മ നാശിനിയായും ഭവാനിയായും കീർത്തിക്കപ്പെടുമെന്നും മഹേശ്വരനും അനുഗ്രഹിച്ചാശീർവദിച്ചു. അല്ലയോ താപസന്മാരെ, പുത്രലാഭാർത്ഥം ഭദ്രകാളിക്ക് നരബലി നടത്താനൊരുങ്ങിയ ശൂദ്രരാജാവിനെ ദേവി തന്നെ പ്രത്യക്ഷപ്പെട്ടു വധിച്ചതിന്റെ രഹസ്യം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുമല്ലോ. ഇപ്രകാരം സൂതൻ ഭദ്രകാളി ചരിതം ശൗനകാദി മുനികളെ പറഞ്ഞു കേൾപ്പിച്ചു. 9-ാം അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. 10-ാമത്തെ അധ്യായം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.